ഇന്ന് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കറണ്ട് എന്താണ്, ഇലക്ട്രിസിറ്റി എന്ന രണ്ടും എന്താണ് ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ് കറണ്ട് ആൻഡ് ഇലക്ട്രിസിറ്റി. അപ്പം എന്താണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് കറണ്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു മെറ്റാലിക് കണ്ടക്ടർ കൺസിഡർ ചെയ്യാം. നിങ്ങൾ ഒരു മെറ്റാലിക് കണ്ടക്ടർ, ഇതാണ് ഒരു സ്ഫെറിക്കൽ മെറ്റാലിക് കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു മെറ്റൽ കണ്ടക്റ്റിംഗ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിന് ഇറ്റ് ഹാസ് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അല്ലേ, റാൻഡം അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എന്തുണ്ട് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മോഷൻ കാരണമാണ് ഒരു മെറ്റലിനെ നമ്മൾ കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. ഫ്രീ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡം മോഷൻ അത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇത്തരത്തിലുള്ള ഫ്രീ ഇലക്ട്രോൺസിൻ്റെ റാൻഡം മോഷൻ കാരണം ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന ഇലക്ട്രോൺസിൻ്റെ മോഷൻ ആൻഡ് റൈറ്റ് സൈഡിലേക്കും ഇത് ഈക്വലായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഇലക്ട്രോൺസ് എത്ര മൂവ് ചെയ്യുന്നുണ്ടോ അതേ തരത്തിൽ റൈറ്റ് സൈഡിലേക്കും ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലൊരു മെറ്റൽ കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ആർബിട്രറി സർഫസ് ഈ ഒരു മെറ്റാലിക് കണ്ടക്ടറിൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന നെറ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം? വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 0 ബിക്കോസ് റാൻഡം മോഷൻ കാരണം റൈറ്റ് സൈഡ് മോഷൻ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്കുള്ള ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഈസ് ഈക്വൽ ടു ദി ലെഫ്റ്റ് സൈഡ് ഫ്ലോ. സോ ഫോർ എ ആർബിട്രറി സർഫസ് വി ക്യാൻ ടേക്ക് ദി നെറ്റ് ചാർജ് ഫ്ലോ ടുവേർഡ്സ് എനി ഡയറക്ഷൻ ടു ബി 0 അല്ലേ. എല്ലാ സൈഡിലേക്കുള്ള മോഷൻ കാരണം ഒരു പെർട്ടിക്കുലർ സർഫസിലെ ഒരു പെർട്ടിക്കുലർ ഇമാജിനറി സർഫസിലെ നെറ്റ് ഫ്ലോ ഓഫ് ചാർജസ് ഇസ് 0. സോ നമുക്ക് എന്ത് പറയാം? ഒരു വെറുതെ കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ബെയർ മെറ്റാലിക് കണ്ടക്ടർ എക്സിബിറ്റ് ചെയ്യുന്നില്ല, കറണ്ട് എക്സിബിറ്റ് ചെയ്യുന്നത്. എന്താണ് കറണ്ട് എന്ന് പറയുന്നത്? കറണ്ട് ഇസ് ദി ചാർജ് ഫ്ലോ അല്ലേ. ചാർജ് ഫ്ലോ ആണ് നമ്മൾ കറണ്ട് എന്ന് വിളിക്കുന്നത്, ഇലക്ട്രിക് കറണ്ട്. അപ്പം ഇത്തരത്തിൽ കറണ്ട് എന്താണെന്ന് പറയാം. ഒരു മെറ്റാലിക് കണ്ടക്ടർ, നമ്മൾ വെറുതെ ഒരു മെറ്റാലിക് കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫ്രീ ഇലക്ട്രോൺസ് ധാരാളം ഉണ്ട്, പക്ഷെ അതിൻ്റെ resultant current for a particular surface is 0. So we can take current to be 0. So when an electric field is applied, നമ്മൾ ഈ ഒരു കണ്ടക്ടറിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാം, ഒരു പൊട്ടൻഷ്യൽ കൊടുക്കുക. ആ ഒരു കണ്ടക്ടറിലേക്ക് ഒരു പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. എന്ത് സംഭവിക്കും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ കണ്ടക്ടറിന് അക്രോസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റാൻഡം മോഷൻ നിന്നിട്ട് സ്റ്റോപ്പ് ആവും. പകരം എന്താവും? ഇലക്ട്രോൺസ് ഒരു ഓർഡേർഡ് മോഷൻ എക്സിബിറ്റ് ചെയ്യും. സോ എന്താണ്? The applied electric field impose a certain average velocity on the electrons and a current flows through the surface. അപ്പം നമ്മൾ കൊടുത്ത ഇലക്ട്രിക് ഫീൽഡ് കാരണം നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസ് ഒരു ഓർഡേർഡ് മോഷൻ ഓഫ് ചാർജസിനെ അല്ലെങ്കിൽ ഫ്ലോ ഉണ്ടാവും അല്ലേ. ഒരു നെറ്റായിട്ട് ചാർജസിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാവും. സോ നമുക്ക് ആ ഒരു കണ്ടക്ടറിൽ എന്ത് ഉണ്ട് എന്ന് പറയാം? കറണ്ട് ഫ്ലോ ഉണ്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് നമുക്ക് പറയാം. ഇറ്റ്സ് എൻ ഓർഡേർഡ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജസിൻ്റെ ഓർഡേർഡ് ആയിട്ടുള്ള ഒരു ഫ്ലോനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ക്വാണ്ടിറ്റീനെയാണ്, ഈ ഒരു ഇതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റിനെയാണ് നമ്മൾ ചാർജ് ഫ്ലോ പെർ യൂണിറ്റ് ടൈമിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റിനെയാണ് നമ്മൾ വിളിക്കുന്നത്? കറണ്ട് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ സിംപ്ലി കറണ്ട് എന്ന് വിളിക്കുന്നത്. സോ ഒരു മെറ്റൽ കണ്ടക്ടറിലൂടെ ക്യൂ ചാർജ് ഒരു ക്രോസ് സെക്ഷനിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷനിലൂടെ പാസ് ചെയ്യുന്നുണ്ട് ഫോർ എ ടൈം ടി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കറണ്ട് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? കറണ്ട് ഇസ് ദ മെഷർ ഓഫ് ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം. സോ കറണ്ട് ഇസ് Q/T. ഇത്തരത്തിലുള്ള ഒരു കറണ്ടിനെ നമ്മൾ സ്റ്റഡി കറണ്ട് എന്നാണ് വിളിക്കുന്നത്. I is equal to Q/T. ബിക്കോസ് ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് ചാർജ് ആണ് ഒരു പെർട്ടിക്കുലർ ക്രോസ് സെക്ഷനിലൂടെ പാസ് ചെയ്യുന്നത്. സോ അത്തരത്തിൽ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതിനെ നമ്മൾ സ്റ്റഡി കറണ്ട് എന്നാണ് വിളിക്കുന്നത്. If the rate of flow of charge with time is not constant, the current varies with time and is defined as the differential limit of equation this.
അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞത്, ഇതാണ് സ്റ്റഡി കറണ്ട്. ഈക്വൽ ഇൻ്റർവെൽസിൽ ഈക്വൽ ചാർജസ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് സ്റ്റഡി കറണ്ട്. അല്ലെങ്കിലോ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ ചാർജിൻ്റെ ഫ്ലോ പെർ ഒരു ടൈമിൽ ഡിഫറെൻ്റ് ആണ്. ഓരോ ടൈമിലും ഒഴുകുന്ന ചാർജസ് ഒരു മെറ്റാലിക് കണ്ടക്ടറിൽ ഡിഫറെൻ്റ് ആണെങ്കിൽ അത്തരത്തിലൊരു കറണ്ടിനെ നമ്മൾ എന്താ ഡിഫറൻഷ്യൽ കറണ്ട്, ഡിഫറൻഷ്യൽ ലിമിറ്റ് ഓഫ് ദിസ് സ്റ്റഡി കറണ്ട് എന്നാണ് വിളിക്കുന്നത്. അതിനെ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത് I is equal to dq/dt. ഓക്കെ, അപ്പം ഓരോ ഇൻഫൈനൈറ്റ്സിമൽ ക്രോസ് സെക്ഷനിലും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. പക്ഷേ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഓരോ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലും ഓരോ ഡിഫറെൻറ്റ് ചാർജസ് ആണ് ഓരോ ക്രോസ് സെക്ഷനിലും ഒഴുകുന്നത്. അത്തരത്തിലുള്ള ഒരു കറണ്ടിന് നമുക്ക് സ്റ്റഡി കറണ്ട് എന്ന്, ഇറ്റ്സ് നോട്ട് സ്റ്റഡി അല്ലാത്ത കറണ്ട് എന്ന് വിളിക്കുന്നു. ഈ ഒരു സ്റ്റഡി കറണ്ടിൻ്റെ ഡിഫറൻഷ്യൽ ഫോം ആയിരിക്കും അത്തരത്തിലുള്ള ഒരു കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കറണ്ടിനോട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പിക്, ഒരു കണ്ടക്ടറിലെ ഒരു മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റിയാണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. നമ്മളതിനെ J എന്നാണ്. കറണ്ടിനോളം തന്നെ ഒരു കണ്ടക്ടറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷറാണ് എന്ത്, കറണ്ട് ഡെൻസിറ്റി J. കറണ്ട് നമുക്കറിയാം ഇറ്റ്സ് എ സ്കേലാർ ക്വാണ്ടിറ്റി, ബട്ട് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് കറണ്ടിൻ്റെ തന്നെ ഒരു എന്താണ് വെക്റ്റർ മെഷർമെൻ്റ് ആണ്. അതായത് ഒരു മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഒരു കറണ്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ മെഷർമെൻ്റ് ആണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതൊരു കണ്ടക്ടറിൻ്റെ ഓരോ പോയിന്റിലും എന്താണ്, ഡിഫറെൻ്റ് ആണ്. ഇതൊരു കണ്ടക്ടറിന് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാകും, കറണ്ട് ഡെൻസിറ്റി ഫോർ ഡിഫറെൻറ്റ് പോയിന്റ്സ്. Current density is defined as the ratio of current through a surface area perpendicular to the direction of motion of charge carriers. അതായത് J is equal to I/A perpendicular. അപ്പം I നമുക്ക് പറയാം ഒരു ഇത്തരത്തിലൊരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കറണ്ടിൻ്റെ മോഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ചാർജസിൻ്റെ നെറ്റ് ഫ്ലോ ഉണ്ടാവുക. നമുക്കറിയാം ഇത്തരത്തിലൊരു ക്രോസ് സെക്ഷൻ്റെ ഏരിയ വെക്ടർ എങ്ങോട്ടേക്കായിരിക്കും, ഇറ്റ് ഈസ് ഓൾസോ പെർപെൻഡിക്കുലർ ടു ദി സർഫസ്. അപ്പം കറണ്ട് ഡെൻസിറ്റി ഫോർ എ പോയിന്റ് അല്ലെങ്കിൽ അറ്റ് എ പോയിന്റ് ഓഫ് എ കണ്ടക്ടർ ഇസ് ദി റേഷ്യോ ഓഫ് ദി കറണ്ട് ആൻഡ് ദി പെർപെൻഡിക്കുലർ ഏരിയ വെക്ടർ. അപ്പം I/A പെർപെൻഡിക്കുലർ ഇസ് ദി റേഷ്യോ, നമ്മുടെ കറണ്ട് ഡെൻസിറ്റി J എന്ന് വിളിക്കുന്നത് ഇതാണ്. J is equal to I/A പെർപെൻഡിക്കുലർ. ഏതൊരു പോയിന്റിലായാലും നമുക്ക് അതിലൂടെ ഒഴുകുന്ന കറണ്ടും അതിൻ്റെ ഒരു ഏരിയ വെക്ടർ ഉണ്ടാകും. അപ്പോൾ തമ്മിലുള്ള റേഷ്യോ ആയിട്ടാണ് നമ്മൾ അറ്റ് എ പോയിന്റ് ഓഫ് എ കണ്ടക്ടർ അതിൻ്റെ കറണ്ട് ഡെൻസിറ്റി മെഷർ ചെയ്യുന്നത്. ഈ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം ആയിട്ടാണ് കറണ്ട് ഒഴുകുന്നത് എന്ന് വിചാരിക്കുക. സ്റ്റഡി കറണ്ടാണ്, ഈക്വൽ ഇൻ്റർവെൽസിൽ ഈക്വൽ എമൗണ്ട് ഓഫ് ചാർജസ് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് I/A പെർപെൻഡിക്കുലർ എന്ന് എടുക്കാം. ഇഫ് ദി കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഇസ് നോട്ട് യൂണിഫോം, അതായത് കറണ്ട് ഓരോ സെക്കൻഡിലും ഒഴുകുന്ന ചാർജസിൻ്റെ ഫ്ലോ ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് എന്തെടുക്കണം, ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഫോം അറ്റ് ഒരു ഇൻഫൈനൈറ്റ്സ്മലി സ്മോൾ ആയിട്ടുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ കറണ്ട് ഡെൻസിറ്റി എടുക്കേണ്ടതായിട്ട് വരും. അത്തരത്തിൽ നോൺ യൂണിഫോം ആയിട്ടാണ് നമ്മുടെ കറണ്ടിൻ്റെ ഫ്ലോ എങ്കിൽ നമുക്ക് എന്തായിട്ട് എഴുതാം, കറണ്ട് ഡെൻസിറ്റി J is equal to DI/DA perpendicular. ഓക്കെ, ദിസ് ഈസ് ദി കറണ്ട് ഡെൻസിറ്റി. ഇനി നമുക്കൊരു പോയിന്റിലെ കറണ്ട് ഡെൻസിറ്റി, ഇപ്പം നമുക്ക് ഇൻഫൈനൈറ്റ്സിമൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഓരോ പോയിന്റ്സിലെയും ക്രോസ് സെക്ഷൻ അറിയും, പിന്നെ അതിൻ്റെ തന്നെ കറണ്ട് ഫ്ലോ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അതിൻ്റെ കറണ്ട് ഡെൻസിറ്റി അറിയാം, കൂടാതെ ആ ഒരു ക്രോസ് സെക്ഷൻ്റെ ഏരിയ വെക്ടറും കൂടി അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, കറണ്ട് കണ്ടുപിടിക്കാം. അതിൻ്റെ ഫോമുല എന്താണ്, I is equal to, ഈ ഒരു ഫോമിൻ്റെ DI എന്ത് ചെയ്യുക, നമുക്ക് DI is equal to നമുക്ക് DA perpendicular into J എന്ന് എഴുതാം അല്ലേ, DA perpendicular into J. അപ്പം ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഫോം മാറ്റി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ബോത്ത് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ കിട്ടും. സോ നമുക്ക് കറണ്ട് ഡെൻസിറ്റിയും ഏരിയയും അറിയാമെങ്കിൽ അറ്റ് എ പോയിന്റിൽ എന്ത് കണ്ടുപിടിക്കാം, കറണ്ട് ഫ്ലോ നമുക്ക് കണ്ടുപിടിക്കാം.
It has been experimentally verified that for a conductor അല്ലെങ്കിൽ ഒരു കണ്ടക്റ്റിംഗ് മീഡിയത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡും കറണ്ട് ഡെൻസിറ്റിയും എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ കറണ്ട് ഡെൻസിറ്റി J ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇലക്ട്രിക് ഫീൽഡ് വി അപ്ലൈഡ്. ഇത് ഒരു എക്സ്പെരിമെൻ്റൽ വെരിഫൈ ചെയ്തൊരു കാര്യമാണ്. സോ നമുക്ക് എന്തായിട്ട് എഴുതാം, J is equal to some constant into E. This constant of proportionality is known as the conductivity of the medium. കണ്ടക്ടിവിറ്റി എന്താണ്, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിൻ്റെ യൂണിറ്റ് സീമെൻസ് പെർ മീറ്റർ ആണ്. ഇതാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു പ്രോപ്പർട്ടി അറിയാം. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ ദ റെസിപ്രോക്കൽ ഓഫ് ദി റെസിസ്റ്റിവിറ്റി ഓഫ് ദി മീഡിയം. ഇതൊക്കെ എന്താണ്, ഓരോ മീഡിയത്തിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള കുറച്ച് കോൺസ്റ്റൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് എന്ത്, കണ്ടക്ടിവിറ്റി ആൻഡ് റെസിസ്റ്റിവിറ്റി എക്സെട്ര. അടുത്തത് നമ്മൾ നോക്കുന്നത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രോൺസ് ആണ്, അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയും. നമുക്കറിയാം ഒരു മെറ്റാലിക് കണ്ടക്ടറിൽ എന്ത് ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ റാൻഡം മോഷൻ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം ദേ മൂവ് അബൌട്ട് വിത്ത് ട്രമെൻഡസ് സ്പീഡ്സ്. അത് വലിയ ലാർജ് എന്താണ്, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്പീഡിലാണ് ഈ ഓരോ ഫ്രീ ഇലക്ട്രോൺസും മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ വെലോസിറ്റീസ് എന്താണ്, ഈ ഇൻഡിവിജ്വൽ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡംലി അല്ലേ. എല്ലാ ഡയറക്ഷനിലും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ക്രോസ് സെക്ഷനിൽ നമുക്ക് എന്ത് പറയാം, അപ്പോൾ നെറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ ഇല്ല എന്ന് പറയാം. ബിക്കോസ് റാൻഡം അറേഞ്ച്മെൻറ്റ് ഓഫ് വെലോസിറ്റീസ് ആയതുകൊണ്ട് തന്നെ അവയുടെ കൊളിഷൻ കാരണം, ഈ റാൻഡം മോഷൻ കാരണം എന്താണ്, ഒരു നെറ്റ് ഫ്ലോ ഒരു പെർട്ടിക്കുലർ ക്രോസ് സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ബെയർ കണ്ടക്ടർ എന്താണ്, ഡസ് നോട്ട് കൺസ്റ്റിറ്റ്യൂട്ട് എനി കറണ്ട്. ഒരു വെറുതെ കിടക്കുന്ന ഒരു കണ്ടക്ടർ എന്താ, അതിൽ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മോഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓർഡേർഡ് മോഷൻ ഇല്ലാത്തത് കാരണം അതെന്താണ്, അതൊരു കറണ്ട് എക്സിബിറ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. ഇനി നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് ഇത്തരത്തിലുള്ള ഒരു മെറ്റാലിക് കണ്ടക്ടറിൽ അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇതാണ് ഒരു മെറ്റാലിക് കണ്ടക്ടർ, ഇതിൽ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഒരു പോസിറ്റീവ് ടേമിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു മെറ്റാലിക് കണ്ടക്ടറിൽ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക, ഒന്നുകിൽ നമുക്ക് ഈ കണ്ടക്ടറിന് ഒരു ബാറ്ററി ആയിട്ട് ഘടിപ്പിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഉണ്ടാവും അല്ലേ. ഒരു ബാറ്ററിക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഉണ്ടാവും. ഇത്തരത്തിലാണ് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ചാർജിനെ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു കണ്ടക്ടറിൽ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഫ്രീ ഇലക്ട്രോൺസ് എന്തായിരിക്കും, ഈ ഇലക്ട്രോൺസ് പോസിറ്റീവ് ടെർമിനലിലേക്ക് ഒരു ഡ്രിഫ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അതൊരു നെറ്റായിട്ടുള്ള ഒരു ഓർഡേർഡ് ഫ്ലോ ഉണ്ടാവും പോസിറ്റീവ് ടെർമിനലിലേക്ക്. അപ്പം നമുക്ക് എന്ത് പറയാം, ഈ ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ടെർമിനലിലേക്കുള്ള ഇതിൻ്റെ മോഷൻ്റെ സ്പീഡ് എന്താണ്, വളരെ കുറവാണ്. അപ്പം റാൻഡം മോഷനും ഉണ്ട്, അവ കൊളൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തതുകൊണ്ട് മാത്രം അവ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഒരു നെറ്റ് ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു വെലോസിറ്റി എന്താണ്, ഇറ്റ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ, ബട്ട് എന്താ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വെലോസിറ്റീനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ദി ഫ്രീ ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത്. സോ ഇൻ അഡീഷൻ ടു ദി റാൻഡം മോഷൻ, the free electrons are moved towards the positive terminal of a battery when an electric field is applied across the metallic conductor. So this velocity attained by the free electrons when an electric field is applied across the metallic conductor is known as the drift velocity Vd of the electrons. ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന കൺസെപ്റ്റ്. ഇത് വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു വെലോസിറ്റിയാണ്, പക്ഷേ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 0.1 to 1 cm/s ആണ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തത് കാരണം നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസിന് ഉണ്ടായ ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റീൻ്റെ റേഞ്ച്. Now let us consider a conductor of area of cross section A and length L. ഇത് ഒരു ബാറ്ററിയുമായിട്ട് നമ്മൾ ഘടിപ്പിച്ചിട്ട്, അപ്പോൾ എന്താണ്, ഒരു ഓർഡേർഡ് ഫാഷൻ ഓഫ് ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഒരു ഓർഡേർഡ് ആയിട്ടുള്ള മോഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തുണ്ടാവും, ഈ ഫ്രീ ഇലക്ട്രോൺസ്, ഇതിലെ ഓരോ ഫ്രീ ഇലക്ട്രോൺസിനും റാൻഡം മോഷൻ കൂടാതെ ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റി ടുവേർഡ്സ് ദി പോസിറ്റീവ് ടെർമിനൽ ഉണ്ടാവും. അതിനെ നമ്മൾ VD എന്നാണ് ഡിനോട്ട് ചെയ്തത്. ഇനി ഇഫ് ദി N is the number of free electrons per unit volume of the conductor, total volume of the conductor എന്താണ്, this N is the
number of free electron flowing per unit volume. Total volume of the conductor is A into L. Area into length ആണ് അല്ലേ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് A into L is the volume. So total number of free electrons for the entire conductor is in the N into L എന്ന് പറയുന്നതായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. സോ ടോട്ടൽ ചാർജ് ഓഫ് ദ കണ്ടക്ടർ എന്തായിരിക്കും? നമുക്കറിയാം ഇൻഡിവിജ്വൽ ചാർജസിനെ നമ്മൾ Q എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ നമ്പർ ഓഫ് അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് ഓഫ് ദിസ് മെറ്റാലിക് കണ്ടക്ടർ ഓഫ് ലെങ്ത് L ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A is we can write Q as N into AL into E. സോ ഇവിടെ E എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. ഇറ്റ് ഈസ് 1.6 into 10⁻⁻19 കൂളം. അതാണ് E എന്ന്, ഒരു ഇലക്ട്രോണിൻ്റെ ചാർജാണ് E എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിനെ കൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ചാർജ് കിട്ടും. അതാണ് Q എന്ന് പറയുന്നത്. ഇഫ് VD is the drift velocity of the free electrons and ഒരു ലെങ്ത് L, ഈ ഒരു ലെങ്ത് L കവർ ചെയ്യാൻ ഈ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന് നമുക്ക് L ലെങ്ത്തിലേക്ക് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം ഇൻ്റർവൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടൈം ഇസ് എന്താ? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി അല്ലേ. ഡിസ്റ്റൻസ് ഇസ് L ആൻഡ് വെലോസിറ്റി ഇസ് VD which is the drift velocity. സോ കറണ്ട് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കറണ്ട് ഇസ് ദി ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് സെക്കൻഡ് അല്ലെങ്കിൽ യൂണിറ്റ് ടൈമിൽ ഒഴുകുന്ന ചാർജാണ്. അപ്പോൾ നമുക്ക് കറണ്ട് I is equal to Q by T. Current I is equal to Q by T. So we know that Q is equal to NAL into E by time is L by VD. L by VD is the time. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? I is equal to ഈ ഒരു ഫോമിലേക്കായി മാറി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിൽ ഈക്വൽ ടേംസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലും ക്യാൻസലായി. സോ നമുക്കിതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? I is equal to NAE into VD. This is the current. I is equal to എന്താണ്? ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. VD എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും എത്ര നമ്പർ ഓഫ് ചാർജസ് പെർ യൂണിറ്റ് വോളിയം അറിഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് മെഷർ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ്ലി കറണ്ട് മെഷർ ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോമുലയാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓൾസോ അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റിലെ കറണ്ട് ഡെൻസിറ്റി നമുക്ക് ഇത് കറണ്ട് മെഷർ ചെയ്യാനുള്ള മാത്തമാറ്റിക്കൽ ഫോമുലയാണ്. ഇനി കറണ്ട് ഡെൻസിറ്റി J നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ദി കറണ്ട് പെർ ഏരിയ വെക്റ്റർ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഏരിയ വെക്റ്ററും നമ്മുടെ കറണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പം നമുക്ക് ഇറ്റ് ഈസ് I by A. ഇവിടെ ഒക്കെ A എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ, ദീസ് ആർ ഓൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ ബിക്കോസ് കറണ്ട് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക, പെർപെൻഡിക്കുലർ വെക്റ്റേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ സോ J is equal to I by A. സോ നമുക്ക് എന്തായിട്ട് എഴുതാം? NAEVD by A. അപ്പം ഈ എയും ക്യാൻസൽ ചെയ്ത് സോ J is equal to നമുക്ക് എന്തായിട്ട് എഴുതാം? NEVD. ദിസ് ഈസ് ദി മാത്തമാറ്റിക്കൽ ഫോർമുല ടു ഫൈൻഡ് ദി current density of a metallic conductor.